ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. പറക്കുന്ന കുതിരയുടെ കഥ പറഞ്ഞുകൊണ്ടല്ല ഒരു പ്രദേശത്തിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കേണ്ടത്. ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രദേശം ഇത് യഹൂദന്മാർക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്താരാഷ്ട്ര സമൂഹം മുത്തശ്ശി കഥയുടെ അടിസ്ഥാനത്തിലുള്ള ഈ അവകാശവാദത്തിന് വില കൊടുക്കുന്നത് തന്നെ അത്ഭുതമാണ്. ഇതൊക്കെ പണ്ടേ തള്ളിക്കളയേണ്ട വാദമായിരുന്നു. അത് യഹൂദന് തന്നെ പണ്ടേക്ക് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും ഐക്യരാഷ്ട്രസഭ അത് കൈവശം വയ്ക്കാൻ പാടില്ലായിരുന്നു. ബാൽഫർ വിളംബരം അനുസരിച്ച് അവിടെ യഹൂദിന് ഭൂമി കൊടുക്കേണ്ടത് ആവശ്യമാണ്. സാൻ റിമോ കോൺഫറൻസ് അനുസരിച്ച് അവിടെ യഹൂദിന് ഭൂമി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ചെയ്യേണ്ടിരുന്നത് ഈ പ്രദേശം അവിടെയുള്ള ഭൂമി യഹൂദിന് കൊടുക്കേണ്ടതായിരുന്നു. അതന്ന് കൊടുക്കാത്തതാണ് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക സമാധാനത്തിന് ഭീഷണിയായിട്ട് ഇന്ന് യെരുശലേം നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഇവരുടെയൊക്കെ പിടിപ്പുകേടാണ്. ഏതായാലും അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പലസ്തീൻ അഭയാർത്ഥികളുടെ ദുരിതത്തിന് കാരണക്കാർ അത് നമ്മൾ നോക്കണം. പലസ്തീൻ അഭയാർത്ഥികൾ എന്ന് പറയുന്ന ആളുകളൊന്നും നാം മുൻപ് കണ്ടു. അവർ ഒറിജിനൽ പലസ്തീനികളല്ല. ആ പ്രദേശമായിട്ട് അവർക്ക് ബന്ധമില്ല. അവരവിടെ കുടിയേറി വന്നവരാണ്. അവർക്ക് 100 വർഷത്തെ വേരുകൾ പോലും അവിടെ ഇല്ല. കാരണം UN നിർവചിക്കുന്നത്, പലസ്തീൻ അഭയാർത്ഥി എന്നുള്ളതിന് ഐക്യരാഷ്ട്രസഭ നിർവചിക്കുന്നത്, ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അത് 1948 യുദ്ധത്തിൽ ഇവിടം വിട്ട യഹൂദനല്ലാത്തവനും തൻ്റെ കുടുംബം ഈ പ്രദേശത്ത് യുദ്ധത്തിന് മുൻപ് 2 വർഷമെങ്കിലും, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1946 ജൂൺ 1 മുതൽ 1948 മെയ് 15 വരെ, ആ 2 വർഷത്തിനുള്ളിൽ അവിടെ താമസിച്ചിരുന്നാൽ മതി. എന്ന് വെച്ചാൽ 1946 മെയ് മാസം 31 തീയതി അവിടെ വന്ന് താമസിച്ചാലും കുഴപ്പമില്ല. 1946 മെയ് മാസം 31 തീയതി അവിടെ വന്ന് താമസിച്ച് പിന്നെ 2 കൊല്ലത്തും കഴിയുമ്പോൾ മെയ് 15 വിഭജനത്തിൻ്റെ സമയത്ത് പ്രശ്നം വന്ന് അവിടെ നിന്ന് പോയവനാണെങ്കിലും UN അവനെ പരിഗണിക്കുന്നത് നൂറ്റാണ്ടുകളായി ആ പ്രദേശത്ത് താമസിച്ച് വന്നവൻ്റെ പിന്മുറക്കാരൻ എന്നുള്ള നിലയിലാണ്. അതാണ് UN അഭയാർത്ഥിക്ക്, പലസ്തീൻ അഭയാർത്ഥിക്ക് UN കൊടുത്തിരിക്കുന്ന നിർവചനം. ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെയുള്ള പലസ്തീനികളെന്ന് പറയാവുന്ന തദ്ദേശവാസികൾ ബദൂവിയൻസും ദ്രൂസുകളുമാണ്. അവരെ മാത്രം അഭയാർത്ഥികളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ 1000-ൽ താഴെ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ പുറമേ നിന്ന് വന്ന ആൾക്കാരല്ല. ലക്ഷക്കണക്കിന് യഹൂദ അഭയാർത്ഥികളെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, പലസ്തീൻ അഭയാർത്ഥികളെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, അവരൊന്നും പലസ്തീനികളല്ല. എന്തുകൊണ്ടാണ് ഈ പലസ്തീൻ അഭയാർത്ഥികളുടെ വിഷയം മാത്രം എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത്? ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ എത്രയോ പ്രശ്നം. അവിടെയൊക്കെ അഭയാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും ഉണ്ട്. അവിടെയുള്ള അഭയാർത്ഥികളുടെ വിഷയങ്ങളൊന്നും പ്രശ്നമായിട്ട് വരില്ല. പലസ്തീൻ അഭയാർത്ഥികളുടെ കാര്യം മാത്രം പ്രശ്നമായിട്ട് വരുന്നു. എന്തുകൊണ്ടാണ്? 1 മതപരമാണ്, 2 സാമ്പത്തികമാണ്. ഇവരുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ ഇവരുടെ പേരിൽ പിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ലോകത്ത് ഇഷ്ടംപോലെ അഭയാർത്ഥികളുണ്ടെങ്കിലും ആ അഭയാർത്ഥികൾക്കൊന്നും UN ഏജൻസി ഇല്ല. പക്ഷേ പലസ്തീൻ അഭയാർത്ഥികൾക്ക് UN ഏജൻസി ഉണ്ട്. UNRWA എന്ന് പറയും. അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എന്നാണ് അതിൻ്റെ മൊത്തം പേര്. UN നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയാണ്. മറ്റു അഭയാർത്ഥികൾക്കൊന്നും ഇല്ലാത്ത പരിഗണന ഇവർക്ക് കിട്ടുന്നു. കാരണം മതമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ അഭയാർത്ഥികളായിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി പാർലമെൻറ്റിൽ പോലും സംസാരിക്കാൻ ആൾക്കാരില്ലാതിരിക്കുമ്പോഴാണ് പലസ്തീനികളല്ലാത്ത എവിടുന്നോ കയറി വന്ന് പലസ്തീനികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയെ വരെ ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത്. മതമാണ് കാരണം, വേറൊന്നുമല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത്രയധികം അഭയാർത്ഥികൾ പലസ്തീനിൽ ഉണ്ടായതിൻ്റെ കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇസ്രായേലല്ല. നാം മുമ്പേ കണ്ടു, 48 വിഭജനം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ സമ്മതിച്ചാൽ മതിയായിരുന്നു. അതിന് മുമ്പേ അവർക്ക് വിഭജിച്ചിട്ട് ആ പ്രദേശത്തിൻ്റെ 77% കിട്ടിയിട്ടുള്ളതാണ്. ജോർദാൻ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെയുള്ള പ്രദേശം വിഭജിച്ചിട്ട് പിന്നെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കണമായിരുന്നു. അത് സമ്മതിച്ചില്ല. അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് അഭയാർത്ഥികൾ ഉണ്ടായത്. ഈ അഭയാർത്ഥികൾ അത് കഴിഞ്ഞ് 67 യുദ്ധം വന്നപ്പോൾ അപ്പോഴും നാം കണ്ടു 26,000 ചതുരശ്ര മൈൽ ഭൂമി അധികമായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തു. 8,000 ചതുരശ്ര മൈലിൽ നിന്ന് 36,000 ചതുരശ്ര മൈൽ വരെ 26,000 ചതുരശ്ര മൈൽ ഭൂമി അധികമായി പിടിച്ചെടുത്തപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന അറബികൾ ഓടിപ്പോകേണ്ടി വന്നു. അവരൊക്കെ തങ്ങളെ വിശേഷിപ്പിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അവരടിച്ചേൽപ്പിച്ച്, ഇസ്രായേലിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ്.
അപ്പോൾ ഇങ്ങനെ ഇത് അഭയാർത്ഥി പ്രശ്നം ഇത് പരിഹരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാരണം, പ്രധാന തടസ്സം ഈ പലസ്തീനിലെ വിമോചന സംഘടനകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പൊന്മുട്ടയിടുന്ന താറാവാണ്. അവർ ഈ പ്രദേശത്ത്, അവർക്കറിയാം ഈ പ്രദേശത്ത് ശാന്തിയും സമാധാനവും വന്ന് ഇത് മറ്റ് രാജ്യങ്ങളെപ്പോലെ സമാധാനമായിട്ട് നിന്നാൽ അവർക്ക് കിട്ടുന്ന വരുമാനം ഇല്ലാതെയാകും. ഫണ്ടുകൾ അങ്ങനെയാണ്. അവർ ആ പ്രദേശത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുകയില്ല, അവർ നശിപ്പിക്കും. ഇപ്പോൾ 1967 ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത സ്ഥലത്ത് ഇവർ പഴയത് ഇവരുടെ സ്ഥിരം കാര്യം തന്നെ ചെയ്തു, കൃഷി ഇറക്കി പലതും ചെയ്ത് ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റി അത് മെച്ചപ്പെടുത്തിയെടുത്തു. എന്നിട്ട് 2005 ഓസ്ലോ ഉടമ്പടിയുടെ ഭാഗമായി ഈ പ്രദേശം പലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തു. ഈ ഗാസ പലസ്തീനുകൾക്ക് വിട്ടുകൊടുത്തു. എന്തുണ്ടായെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരാം. ഒരു ഫാമിൻ്റെ ചിത്രമാണത്. ഗാസയിൽ ഒരു ഭാഗം പച്ചപ്പായിട്ട് കിടക്കുന്നു, മറ്റേ ഭാഗം കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്രദേശം ഇസ്രായേൽ പലസ്തീനുകൾക്ക് വിട്ടുകൊടുത്ത് അവർ പോകുന്നു. അവരുടെ ഫാം മുഴുവനും ഇവർക്ക് വിട്ടുകൊടുത്ത് പോകുന്നു. ഇത് ഒരു ചിത്രം മാത്രമാണ്, ഇതുപോലെ ധാരാളമുണ്ട്. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പലസ്തീനുകളുടെ കൈവശം കിട്ടിയപ്പോൾ പലസ്തീൻ തീവ്രവാദി സംഘടനകൾ അവർ വന്നിട്ട് ആ ഫാം കത്തിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. കാരണം അവിടെയുള്ള പലസ്തീനി എന്ന് പറയുന്ന അഭയാർത്ഥികളായിരിക്കുന്ന ആളുകൾ അവർ സ്വയം പര്യാപ്തത നേടരുത്. അവരവിടെ അധ്വാനിച്ച് പണിയെടുത്ത് അവർക്ക് ആവശ്യമുള്ള പണം അവരുടെ കൈവശം വന്ന് അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചിത്രങ്ങൾ കാണിച്ച് ലോകത്ത് നിന്ന് മുഴുവൻ സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞ് പണം പിരിക്കാൻ പറ്റില്ല. കോടികൾ വരുന്ന തുക അവർക്ക് കിട്ടുന്നുണ്ട് ഓരോ വർഷവും. അപ്പോൾ അതില്ലാതായി പോകും. അതുകൊണ്ട് ആ ഫാം മുഴുവൻ അവർ നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ 2005 വരെ ഇസ്രായേൽ അവിടെ ചെയ്തു വച്ചിരുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള എല്ലാം ഇവർ നശിപ്പിച്ച് കളഞ്ഞു. ഇതാണ് ഇവരുടെ പണി. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഇതൊക്കെ ഉള്ള കാലത്തോളം നാം ഓർക്കണം, ഇത് പ്രശ്നം ഇവിടെ അവസാനിക്കുകയില്ല. മതപരമായ കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് ഞാൻ എറണാകുളത്ത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് കടക്കാത്തത്. എന്നാൽ ഇങ്ങനെയുണ്ട്. ഇതിൽ ഈ പലസ്തീൻ വിമോചന സംഘടനകളിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്ത് നിന്നത് PLO ആണ്. ഞാൻ PLOയുടെ നേതാവ് നമുക്കറിയാം, യാസർ അറഫാത്താണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ഓരോരോ ഇവരുടെ പലസ്തീൻ വിമോചനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സംഘടനകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിലെ ഓരോ ഒന്നല്ല ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ എടുത്തു നോക്കിയാൽ ഇതേപോലെ തന്നെ കള്ളന്മാരാണെന്ന് കാണാം. പക്ഷെ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് യാസർ അറഫാത്തിനെ മാത്രം എടുക്കുന്നു. ഈ യാസർ അറഫാത്ത് അദ്ദേഹം PLOയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ നിന്ന് വന്നിരുന്ന ഫണ്ട് മുഴുവൻ അദ്ദേഹം ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തത്. തൻ്റെ സ്വന്തം പേരിലുള്ള അക്കൗണ്ടിലാണ് പണമൊക്കെ എടുത്തിരുന്നത്. സാധാരണഗതിയിൽ അഭയാർത്ഥികൾക്ക് പണം വരുമ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റിലായിരിക്കും പണം ഇടുക. ആ പണം പിന്നെ അഭയാർത്ഥികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ യാസർ അറഫാത്ത് തൻ്റെ ഈ ഏകാധിപത്യ സ്വഭാവം കാരണം ആ പണം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ ആ പണം വന്നു കഴിഞ്ഞിട്ട് ഇത് ഫോബ്സ് മാസിക എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ധനവാന്മാരായ ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. ഒന്നാമത്തെ ധനവാൻ, രണ്ടാമത്തെ ധനവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോബ്സ് മാസികയിൽ സാധാരണഗതിയിലൊന്നും ആൾക്കാരുടെ പേര് വരില്ല, അത്രയും അതിസമ്പന്നന്മാരുടെ പേര് വരും. ഈ ഫോബ്സ് മാസികയുടെ 2003 ഫോബ്സ് മാസിക പറഞ്ഞത്, US ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 550 കോടി അമേരിക്കൻ ഡോളറിൻ്റെ ആസ്തി ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 35,000 കോടി രൂപയ്ക്ക് മുകളിൽ യാസർ അറഫാത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അതിസമ്പന്നന്മാരുടെ പട്ടികയിലാണ് ഫോബ്സ് മാസിക അദ്ദേഹത്തെ പെടുത്തിയത്. 35,000 കോടി രൂപ. ചിന്തിച്ച് നോക്കണം. ഗാസ അല്ല, അതുപോലത്തെ 10 ഗാസകൾ ഒരു കുഴപ്പവുമില്ലാതെ പണിത് അവിടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലെത്തിക്കാൻ ഈ പണം മതി. ഇത്രയും വേണ്ട. പക്ഷെ ഒരിക്കലും അവിടെ പലസ്തീനിലുള്ള സാധാരണക്കാർക്ക്, ദരിദ്രരായവർക്ക് ആ പണം എത്തിച്ചേർന്നില്ല. പണം പോയത് പലതും തീവ്രവാദികൾക്കാണ്. 35,000 കോടി രൂപ. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. പലസ്തീനികൾ അവിടെ കഷ്ടത്തിലും ദുരിതത്തിലും കഴിയുകയാണ്. ഇവരുടെ ചിത്രമെടുത്ത് സേവ് ഗാസ സേവ് ഗാസ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാസർ അറഫാത്തിൻ്റെ ഭാര്യ സുഹ അറഫാത്ത്, ആ സുഹ അറഫാത്തും മകളും ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസ് നഗരത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. ആ ചിത്രമാണത്. അവരുടെ ആ പാരീസിനകത്തുള്ള പലസ്തീനികൾക്ക് വേണ്ടി പിരിക്കുന്ന പണം പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ പലയിടത്തേക്കാണ്. യാസർ അറഫാത്തൊക്കെ 1-ാം നമ്പർ ഫ്രോഡാണ്, കള്ളനായിരുന്നു. അപ്പോൾ ഈ യാസർ അറഫാത്തിൻ്റെ ഭാര്യ സുഹ അറഫാത്തിൻ്റെ ചിലവിന് വേണ്ടി മാസം തോറും യാസർ അറഫാത്ത് നൽകിയിരുന്നത് $1,00,000. എന്നുവെച്ചാൽ ഇന്ത്യൻ രൂപയെ പറയുകയാണെങ്കിൽ, ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 66 ലക്ഷം രൂപ ഒരു മാസത്തെ ചിലവിനെ, യാസർ അറഫാത്തിൻ്റെ ഭാര്യയുടെ ചിലവിന്.
ഈ പൈസയൊന്നും യാസർ അറഫാത്തിൻ്റെ കുടുംബസ്വത്തൊന്നുമല്ല. പാവപ്പെട്ട പലസ്തീനികളുടെ ഫോട്ടോ കാണിച്ച് ലോകരാജ്യങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. അതാണ് യാസർ അറഫാത്ത് തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ലാവിഷായിട്ട് ഫ്രഞ്ച് നഗരം പാരീസ് നമുക്കറിയാം, ആഡംബരങ്ങളുടെ കൂത്തരങ്ങാണ്. അവിടെ ജീവിക്കാൻ $1,00,000 മാസം. ഇത് ഓസ്ലോ ഉടമ്പടിയുടെ ഭാഗമായി പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാർ ഇങ്ങനെയാണ്: പലസ്തീനികൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ അതിൻ്റെ നികുതി ഇസ്രായേൽ ഗവൺമെൻറ് എടുക്കുകയില്ല. അത് പലസ്തീനികൾക്ക് തന്നെ അവിടെ ഒരു സർക്കാർ ഉണ്ടാകാൻ സഹായകമായ വിധത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ യാസർ അറഫാത്തിൻ്റെ അക്കൗണ്ടേ ഉള്ളൂ, വേറെ അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇവർ ഈ പണം യാസർ അറഫാത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഓരോ വർഷവും പലസ്തീനികൾ വാങ്ങിയ സാധനങ്ങളുടെ ടാക്സ് യാസർ അറഫാത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ അക്കൗണ്ടിൽ നിന്ന് മാസം $1,00,000 സഹ അറഫാത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറുന്നുണ്ടെന്ന്. ലോകമെമ്പാടും സേവ് ഗാസ എന്ന് പറഞ്ഞ് പാവപ്പെട്ട പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി സംഭാവനയായി പിരിച്ചെടുക്കുന്ന പണം അത് യാസർ അറഫാത്തിൻ്റെ കയ്യിലേക്കാണ് പോയത്. ഏതായാലും ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാസർ അറഫാത്ത് മരിച്ചുപോയി, ഭാര്യ പോയി കേസ് കൊടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലുള്ള പണത്തിൻ്റെ അവകാശി ഞാനാണ്, അതുകൊണ്ട് ആ പൈസ മുഴുവൻ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ട് യാസർ അറഫാത്തിൻ്റെ ഭാര്യ കേസ് കൊടുത്തു. അത് കോടതിയിൽ കേസ് നടക്കുകയാണ് ഇപ്പോൾ. പക്ഷേ PLO നേതാക്കൾ പറയുന്നത് അത് പലസ്തീനികൾക്ക് വന്ന പണമായതുകൊണ്ട് വിട്ടുതരാൻ പറ്റില്ല, അത് പലസ്തീനികൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. പലസ്തീനികൾക്കെന്ന് അവർ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നേതാക്കന്മാർക്കാണ്, വേറെ സാധാരണക്കാർക്കല്ല, അത് ഓർക്കണം. ഈ പണത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സുഹാ അറഫാത്ത് പിൻവലിച്ചിട്ടുണ്ട്. അൽ അറേബ്യ ന്യൂസ് 2010 നവംബറിൽ യാസർ അറഫാത്തിൻ്റെ പണം സുഹാ അറഫാത്ത് എങ്ങനെയാണ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണൽ എഴുതിയിരുന്നു, ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ തന്നെ $100 കോടി, അതായത് ഏകദേശം 6600 കോടി രൂപ എവിടെ പോയി എന്ന് ഇപ്പോഴൊരു കണക്കില്ല. യാസർ അറഫാത്തിൻ്റെ ഫണ്ടിലുണ്ടായിരുന്നതാ $100 കോടി. അതെവിടെ പോയിന്നൊരു കണക്കില്ല. വിദേശ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ പലരും ഈ പണത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അത് വേർ ഈസ് അറഫാത്ത് മണി എന്ന് ചോദിച്ചുകൊണ്ട് 2004 നവംബറിൽ ടൈം മാഗസിൻ ഒരു കവർ സ്റ്റോറി തന്നെ ചെയ്തിരുന്നു. അതുപോലെ BBC അറഫാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച് BBC അന്വേഷണം നടത്തിയിട്ടുണ്ട്. വാഷിങ്ടൺ ടൈംസ് ഈ പണത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ടെലഗ്രാഫ് പത്രം ഈ $100 കോടി കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അതിൽ $30 കോടി അറഫാത്ത് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് അവർ കണ്ടെത്തിയത്. അതുപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ വെളിപ്പെടുത്തലും ഈ ടെലഗ്രാഫ് പത്രം പറഞ്ഞിട്ടുണ്ട്. അതിലനുസരിച്ചിട്ട് 56 കോടി ബ്രിട്ടീഷ് പൗണ്ട്, അഥവാ 4599 കോടി ഇന്ത്യൻ രൂപ 1995-നും 2000 ഇടയ്ക്കുള്ള 5 വർഷം കൊണ്ട് യാസർ അറഫാത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ യാസർ അറഫാത്ത് മാത്രമാണ് സ്വന്തം ജനതയുടെ പണം അടിച്ചു മാറ്റിയത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പലസ്തീൻ നേതാക്കന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളനാണയങ്ങൾ ഈ പലസ്തീനികളുടെ നേതാക്കളായിരിക്കുന്നിടത്തോളം കാലം പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. കാരണം പരിഹരിക്കപ്പെട്ടാൽ അവരുടെ ഉപജീവനം മുടങ്ങും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് അവർ. അപ്പോൾ പ്രശ്നം പലസ്തീൻ പ്രശ്നം നീണ്ടുപോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇസ്രായേലല്ല, പലസ്തീൻ നേതാക്കന്മാരാണ്, അറബ് രാജ്യങ്ങളുമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഒരു കാര്യം, ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഇസ്രായേൽ ഒരു ക്രൂര രാഷ്ട്രമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഇവർ പ്രചരിപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇസ്രായേൽ ഇത്ര ക്രൂര രാഷ്ട്രമായി പോയോ, ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ. പക്ഷെ നാം ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ ഒരു 60-65% വ്യാജമാണ്. ഇസ്രായേൽ ചെയ്തതൊന്നുമല്ല. ചിലപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിനകത്ത് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇസ്രായേലിൻ്റെ തലയിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഈ ഫോട്ടോകളിൽ ഇവർ നമ്മൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഞാനൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 തെളിവ് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾ ഇസ്രായേൽ ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻസ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ അവിടെ ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ധാരാളം തെളിവുകൾ ഇട്ടിട്ടുണ്ട്. പാലിവുഡ് എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്, ഞങ്ങളല്ല, ലോകം ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ കുഞ്ഞാണെന്നും പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി. തല അറ്റുപോയി, കയ്യൊക്കെ അറ്റ് കിടക്കുകയാണ്. ഇതവർ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം ഏതാണെന്ന് അറിയണമെങ്കിൽ അടുത്ത ക്ലിപ്പ്, ഒരു വീഡിയോ ക്ലിപ്പ് ഇട് ബ്രദറെ. Have you all lost your fucking mind?
ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുണ്ട്, ഫൈനൽ ഡെസ്റ്റിനേഷൻ 4. ആ സിനിമയിൽ നാദിറ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൊല്ലപ്പെട്ട രംഗമാണ്. ഹോളിവുഡ് സിനിമയിലെ ഒരു ചിത്രം എടുത്തിട്ടാണ് ഇവർ പറയുന്നത് ഗാസയിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസൻ പെൺകുട്ടി എന്ന്. ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെയാണ് ലോകത്തെ വഞ്ചിക്കുന്നത് ഇവർ. ഇനി ഇവർ ഹോളിവുഡ് സിനിമ മാത്രമേ ഇതിനു വേണ്ടി എടുക്കുന്നു, നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. ഇവർ ബോളിവുഡ് സിനിമയും എടുക്കും ഇതിനു വേണ്ടി. അടുത്തൊരു ചിത്രം 2014 ആഗസ്റ്റ് മാസത്തിൽ അൽ ജസീറ എന്ന് പറയുന്ന TV ചാനൽ, അൽ ജസീറ ചാനലിൽ വന്ന ഗാസയിൽ നിന്നുള്ള ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംപ്രേഷണം ചെയ്ത ചിത്രമാണ്, ഗാസയിൽ നിന്നുള്ള ലൈവ്. എന്നിട്ട് അവർ പറഞ്ഞിരുന്നു ഇസ്രായേലികളുടെ ഷെല്ലാക്രമണത്തിൽ പരിക്ക് പറ്റിയ പലസ്തീൻ യുവാക്കൾ. നിങ്ങൾക്ക് ഈ പലസ്തീൻ യുവാക്കളെ വല്ല പരിചയമുണ്ടോ? ഈ പലസ്തീൻ യുവാക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാളുടെ പേര് ഞാൻ പറയാം, അമിതാഭ് ബച്ചൻ എന്നാണ്. മറ്റേയാളുടെ പേര് ധർമ്മേന്ദ്ര എന്നാണ്. പലസ്തീൻ യുവാക്കളാണ്. അൽ ജസീറ ലൈവായിട്ട് ചെയ്തതാ 2014 ആഗസ്റ്റ് മാസത്തിൽ. ഷോലെ എന്ന് പറഞ്ഞ ചിത്രത്തിലെ രംഗമാണത്. ഷോലെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ധാരാളം റെക്കോർഡിട്ട പടം. അതെടുത്തിട്ടാണ് പറയുന്നത് പലസ്തീൻ യുവാക്കൾ ആക്രമണത്തിനിരയായി എന്ന് പറഞ്ഞ് ലൈവ്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി, ഹിന്ദി സിനിമയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. പക്ഷെ ആഫ്രിക്കയിൽ കിടക്കുന്നവരും അമേരിക്കയിൽ കിടക്കുന്നവരും ഓസ്ട്രേലിയയിൽ കിടക്കുന്നവരും യൂറോപ്പിൽ കിടക്കുന്നവരൊന്നും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവില്ല. അവർ സ്വാഭാവികമായിട്ടും വിശ്വസിക്കും, ഇല്ലേ? നമുക്കിത് നമ്മൾ കണ്ടിട്ടുള്ള പടമായതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ആൾക്കാരെ സിനിമ കണ്ടിട്ടില്ലാത്തവരും ആണെങ്കിൽ പോലും ആൾക്കാരെ കണ്ടാൽ മനസ്സിലാകും. അമിതാഭ് ബച്ചനെയും ധർമ്മേന്ദ്രയും കണ്ടാൽ മനസ്സിലാകാത്ത ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല, അത് മനസ്സിലാകും. പക്ഷെ പുറമെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്, ഈ വിഷയത്തിൽ ധാരാളമുണ്ട്. എന്നാൽ അത് ഓരോന്നോരോന്നായിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് മേലെ ഉണ്ടാകും. ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ലോകത്തിൽ യേശു ക്രിസ്തു മാത്രമേ അങ്ങനെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. സ്വന്തമായി ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പക്ഷേ പലസ്തീനിൽ ഇപ്പോഴും ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വരാറുണ്ട്. പലസ്തീനിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ മരിക്കുന്നവർ എഴുന്നേക്കും. ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഡെഡ് ബോഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഡെഡ് ബോഡിയാണ്. മതി. അപ്പം ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ച ആൾക്കാരെന്നും പറഞ്ഞ് നിരത്തി കിടത്തി ഫോട്ടോ എടുത്തിരിക്കുക. പക്ഷെ ഇവരാരും മരിച്ചവരൊന്നുമല്ല. വെറുതെ വെള്ളത്തുണിയിട്ട് മൂടിയിട്ട് ഡെഡ് ബോഡി എന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കുക. കണ്ടല്ലേ, ഈച്ചയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ തട്ടിക്കളയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യാജ ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് ലോകരാജ്യങ്ങൾ ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളെല്ലാം വ്യാജമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ ഫോട്ടോകളും വ്യാജമല്ല. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് നിഷേധിക്കാൻ പറ്റുകയില്ല. വസ്തുതയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം അറിയേണ്ട കാര്യം ഏതാണ്? എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അത് നമ്മൾ ആലോചിക്കണം. ഞാൻ അതിന് മുമ്പ് ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗാസ മുനമ്പിലുള്ള സ്കൂളുകളെയും ഹോസ്പിറ്റലുകളെയും ഒക്കെ മനുഷ്യമറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിലേക്ക് തങ്ങൾ റോക്കറ്റ് ആക്രമണം നടത്താറുണ്ടെന്ന് ഹമാസ് സമ്മതിച്ചതാണ് ആ വാർത്തയിൽ പറയുന്നത്. അതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട്. മനസാക്ഷി കുത്ത് കാരണം പറഞ്ഞൊന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇതിവരുടെ എതിർ പാർട്ടിയുണ്ട്, PLO. അതിൻ്റെ ഫത്ത പാർട്ടി ഇതായിട്ടുള്ളതുണ്ട്. ഈ ഫത്ത പാർട്ടിക്കാരാണ് ഇത് കൊണ്ടുവന്നത്. ഈ ഹമാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇവർക്കിത് സമ്മതിക്കേണ്ടി വന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ ഒരു സംവിധാനമുണ്ട്, അയൺ ഡോം എന്ന് പറയും. ഇസ്രായേലിൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു മിസൈൽ പൊന്തിക്കഴിഞ്ഞാൽ, ഒരു റോക്കറ്റ് പൊന്തിയാൽ ആ നിമിഷം ഇസ്രായേലിൽ നിന്ന് റോക്കറ്റ് ചെന്ന് അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയും. ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴാൻ അത് അനുവദിക്കുകയില്ല. അതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഈ അയൺ ഡോം വരുന്നതിന് മുമ്പുള്ള സമയത്ത് ഇവർ ഇസ്രായേലിലേക്ക് മിസൈൽ വിടും.
ഇസ്രായേൽ നഗരങ്ങളിൽ മിസൈൽ വന്ന് പൊട്ടും. ഇതൊക്കെ ഒരു നിത്യസംഭവമായിരുന്നു. നമ്മൾ ഈ ഒരു ചാർട്ട് കാണും. ആ ചാർട്ടിൽ 2005 വരെ ഗാസ മുനമ്പ് ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു. 67 യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറിയതിന് ശേഷം 2008 വരെയുള്ള വെറും 3 കൊല്ലം കൊണ്ട് 3459 റോക്കറ്റ് ആക്രമണങ്ങൾ 3459 റോക്കറ്റ് ആക്രമണങ്ങളാണ് ഗാസയിൽ നിന്ന് മാത്രം ഇസ്രായേലിനുണ്ടായിട്ടുള്ളത്. അപ്പം അന്ന് അയൺ ഡോമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ധാരാളം പേര് കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇസ്രായേലിൻ്റെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവരാൾക്കാരെ തൊട്ട് അവർ വെറുതെ ഇരിക്കില്ല, തിരിച്ചടിക്കും. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു റോക്കറ്റ് വന്ന് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അവരന്ന് വേറെ വിധത്തിലാണ് സെറ്റ് ചെയ്തിരുന്നത്. എവിടെ നിന്നാണ് അത് ഉടനെ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ട് എവിടെ നിന്നാണോ റോക്കറ്റ് വന്ന് വീണ് പൊട്ടിയത് അവിടേക്ക് ഉടനെ തന്നെ ഒരു മിസൈൽ അവർ തിരിച്ചു വിടും. അത് സെക്കൻഡുകൾക്കുള്ളിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതങ്ങനെ അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോക്കറ്റ് വിക്ഷേപിച്ച ആളെ അപ്പം തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചവിടെ വന്ന് വീണുമ്പോൾ അവൻ കൊല്ലപ്പെടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയവരൊക്കെ പിന്നെ അവർ പതുക്കെ കണ്ടുപിടിച്ച് കൊല്ലും. അവനെ അപ്പം തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് തീവ്രവാദികൾക്കറിയാം. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പോയിട്ട് സ്കൂളുകൾക്കരികിൽ, ഹോസ്പിറ്റലുകൾക്കരികിൽ, അഭയാർത്ഥി ക്യാമ്പുകൾക്കരികിൽ അതിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ വിടും. ഇപ്പോൾ വണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെയാണ് വിടുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. അതിനകത്ത് വണ്ടി ഓടിക്കാൻ ഡ്രൈവറുണ്ട്, എല്ലാം റെഡിയായിട്ടാണ് ഇവരങ്ങോട്ടേക്ക് വിടുക. ഇത് വിട്ട് അപ്പം തന്നെ ഇവൻ വന്ന് വണ്ടി കയറി ഇവൻ അവിടെ നിന്ന് സ്ഥലം വിടും. അവിടെ കമ്പ്യൂട്ടറാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. കമ്പ്യൂട്ടറിന് അറിയില്ല ഇത് സ്കൂളിൻ്റെ മുകളിൽ നിന്നാണ് ഈ മിസൈൽ വന്നിരിക്കുന്നത്, തിരിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ കുട്ടികൾ കൊല്ലപ്പെടുമെന്ന്. കമ്പ്യൂട്ടറിന് അറിയില്ല ഇത് ആശുപത്രിയുടെ സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്, തിരിച്ചങ്ങോട്ട് മിസൈൽ വിട്ടാൽ ആശുപത്രിയിലുള്ളവർ കൊല്ലപ്പെടുമെന്ന്. കമ്പ്യൂട്ടർ ഉടനെ തന്നെ തിരിച്ച് മിസൈൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോവും, നശിക്കും. ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ അതിക്രമത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അതൊരിക്കലും ഇസ്രായേലല്ല, ഇവരാണ്, ഈ പലസ്തീൻ തീവ്രവാദികൾ തന്നെയാണ്. അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിനൊരു പ്രത്യേകതയുണ്ട്, അവർ ഇരവാദം മുഴക്കി സമയങ്ങളെയൊന്നുമില്ല. അവരുടെ ആൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ അടിക്കും. അതിൻ്റെ പേരിൽ ആര് എന്ത് പറഞ്ഞാൽ അവർക്ക് വിഷയമൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1972 ഈ മ്യൂണിക് ഒളിമ്പിക്സ്, ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ആ ഒളിമ്പിക്സിന് പോയ യഹൂദ അത്ലറ്റുകളെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു പലസ്തീൻ ഭീകര സംഘടന, ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ ആൾക്കാർ അവരെ ബന്ദികളാക്കുകയും പിന്നെ കൊല്ലുകയൊക്കെ ചെയ്തു. അന്ന് ഗോൾഡ മേയറാണ് പ്രധാനമന്ത്രി. ഗോൾഡ മേയർ ഉടനെ തന്നെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഓപ്പറേഷന് നിർദ്ദേശം കൊടുത്തു. ഓപ്പറേഷൻ വ്രാത്ത് ഓഫ് ഗോഡ് എന്നാണ് എൻ്റെ പേര്, ദൈവത്തിൻ്റെ ക്രോധം എന്ന് പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ നിർദ്ദേശം നൽകി. എത്ര വർഷം ഈ ഓപ്പറേഷൻ നീണ്ടു നിന്നറിയാമോ? 20 വർഷം ഇത് നീണ്ടു നിന്നു. 20 വർഷത്തിനിടയിൽ 10-ലധികം രാജ്യങ്ങളിൽ മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവർ പോയി. അവിടങ്ങളിലൊക്കെ ഒളിച്ചിരുന്ന ഈ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട 100-ലധികം ആൾക്കാരെ അവർ കൊന്നുകളഞ്ഞു. അവർ ഓരോരുത്തരും ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ആരും ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇന്നയാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവനൊരു സന്ദേശം കിട്ടും. സന്ദേശത്തിലാകെ 2 വരി ഉണ്ടാവുകയുള്ളൂ: വി വിൽ നെവർ ഫോർഗെറ്റ്, വി വിൽ നെവർ ഫോർഗീവ്. ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല, ഞങ്ങൾ ഒരിക്കലും പൊറുക്കുകയില്ല. ഇത്ര മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ആ സന്ദേശം അവന് കിട്ടിക്കഴിഞ്ഞാൽ അവന് എവിടെ പോയി ഒളിച്ചാലും മണിക്കൂറുകൾക്കകം, ചിലപ്പോൾ അത് 24 അല്ലെങ്കിൽ 48 മണിക്കൂർ, അതിൻ്റെ മേലെയൊന്നും പോയിട്ടില്ല, അവനെ തട്ടിയിട്ടുണ്ടാവും അവർ. അങ്ങനെ ഈ മ്യൂണിക് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ആളെയും കാലപുരിക്ക് അയച്ചു കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ അവർ ക്ലോസ് ചെയ്യുമ്പോൾ കൊല്ലം 20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പൗരന്മാരെ തൊട്ട് അവരങ്ങനെ അടിക്കും, തിരിച്ചടിക്കും. അതുകൊണ്ടാണ് അവർ അതിജീവിച്ച് പോകുന്നത് അവിടെ. അതിനുവേണ്ടി എത്ര വർഷം വേണമെങ്കിലും അവർ കാത്തിരിക്കും. എങ്കിൽ മാത്രം അവർക്കറിയാം അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന, അത് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാവുകയുള്ളൂ. അവിടെ അവർ പൊതുവെ അവർ സമാധാനപ്രിയരാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ സമാധാനം പറഞ്ഞിരിക്കുകയില്ല, അവരടിക്കും. ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം, മൊസാദ് എന്തുകൊണ്ടാണ് പല ആക്രമണങ്ങളും നടത്തുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. മൊസാദ് ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. മൊസാദ് ചെയ്യുന്നത് പല കാര്യങ്ങളും ആരംഭകാലത്ത് അല്ലെങ്കിൽ ആദ്യകാലത്തൊന്നും പലർക്കും ഇത് താല്പര്യമായിരുന്നില്ല, അല്ലെങ്കിൽ എതിർക്കും, ഇതിനെതിർപ്പ് വന്നുകൊണ്ടിരിക്കും. ഇത് ചെയ്യാൻ പാടില്ല, മൊസാദ് ചെയ്ത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മൊസാദ് ചെയ്യും.
മൊസാദ് ചെയ്യാതിരിക്കില്ല. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ഇഷ്ടം പോലെയുണ്ട്. മൊസാദിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഒരു 5-8 മണിക്കൂർ സംസാരിക്കാനുള്ള സാധനം മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം മാത്രം പറയാം. 1982 ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. അത് ഓപ്പറേഷൻ ഓപ്പറ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കാര്യം മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണത്തിൽ ചുരുക്കുന്നത്. 1976 മുതൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം, ഇറാഖി സർക്കാർ ഇറാഖിനകത്ത് ന്യൂക്ലിയർ റിയാക്ടർ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു. അപ്പോൾ ഇറാഖ് അന്ന് സദ്ദാം ഹുസൈനൊക്കെ പറഞ്ഞത് ഞങ്ങളിത് സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആണവായുധമാണ്, ഒരിക്കലും ആക്രമണത്തിന് വേണ്ടിയൊന്നും ഉപയോഗിക്കില്ല എന്ന് സദ്ദാം ഹുസൈൻ പറഞ്ഞെങ്കിലും ഇവരാരതിന് വില വെച്ചില്ല. ഇവർക്കറിയാം ലക്ഷ്യം ഇസ്രായേലാണെന്ന് യഹൂദന്മാർക്കറിയാം. ഏതെങ്കിലും ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിൻ്റെ കൈവശം അണുവായുധം വന്നാൽ അവർ അത് തങ്ങളുടെ നേരെയാണ് വിക്ഷേപിക്കാൻ പോകുന്നവർക്കറിയാം. അതുകൊണ്ട് ഇസ്രായേൽ ഈ പദ്ധതി തടയാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. അവർ ഈ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈജിപ്ഷ്യൻ ആണവശാസ്ത്രജ്ഞനെ കൊന്നുകളഞ്ഞ് മറ്റു പല ഒഫീഷ്യൽസിനെ അവർ തട്ടിക്കൊണ്ടുപോയി പലതും ചെയ്തു. പക്ഷേ സദ്ദാം ഹുസൈൻ ദൃഢനിശ്ചയത്തോടു കൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി. അപ്പോൾ എല്ലാ നയതന്ത്ര മാർഗങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചു, മൊസാദ് തീരുമാനിച്ചു, ഇനി നമുക്ക് സൈനികമായിട്ട് തന്നെ നേരിടണം. അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇത് താർക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മുമ്പിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന 2 വെല്ലുവിളിയാണ്. ഒന്ന്, ആ സമയത്ത് ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമേരിക്ക ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷിയാണ്. അമേരിക്ക ഈ യുദ്ധത്തിൽ ഇറാഖിനെ ശക്തമായിട്ട് പിന്താങ്ങുന്നുണ്ട്. ഇവർ ഇറാഖിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ നീരസം നേരിടേണ്ടി വരും. അമേരിക്ക അതിനെ എതിർപ്പ് പറയും. അപ്പോൾ അത് അമേരിക്കയുടെ അപ്രീതി നേരിടേണ്ടി വരുമെന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ നിന്ന് ഏകദേശം 900 മൈൽ ദൂരെയാണ് ഈ ഇറാഖിലെ റിയാക്ടർ കിടക്കുന്നത്. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം പറത്തി പോകണം. സ്വാഭാവികമായും റഡാറുകളിൽ പെടും. ചുറ്റുപാടുള്ളതൊക്കെ ശത്രു രാജ്യങ്ങളാണ്. ഏത് അറബ് രാജ്യത്തിൻ്റെ മുകളിലൂടെ ഇത് വിമാനം പറത്തിയാലും പിടിക്കപ്പെടും. അപ്പോൾ അവരുടെ കണ്ണിൽ പെടാതെ പോയിട്ട് അടിച്ചിട്ട് വരണം. അപ്പോൾ ഈ 2 പ്രശ്നമാണ് അവർക്ക് പ്രധാനമായിട്ട് നേരിടേണ്ടി വന്നത്. ഇവർ പിന്നെ 10 മാസത്തോളം അവർ നീണ്ട നിരന്തര പരിശ്രമത്തിലേർപ്പെട്ടു. വിമാനം താഴ്ന്നു പറത്തിക്കൊണ്ടുള്ള പരിശ്രമം അതൊക്കെ ചെയ്തിട്ട് അവർ തീരുമാനിച്ചു പോകാൻ. അപ്പോൾ തന്നെ അവർ ആൾനാശം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഞായറാഴ്ചയാണ് അത് തിരഞ്ഞെടുത്തത്. കാരണം ഞായറാഴ്ച ഈ ഫ്രാൻസിൻ്റെ സഹായത്താലായതുകൊണ്ട് ഫ്രഞ്ച് ടെക്നീഷ്യന്മാരാണ് അധികം ഉള്ളത്. അപ്പോൾ അവർക്ക് ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഇത് അടച്ചിടും. അപ്പോൾ ഇവർ മാത്രമല്ല, മറ്റ് അറബി ജോലിക്കാരും ഉണ്ടാവില്ല. അപ്പോൾ റിയാക്ടർ മാത്രമേ തകർക്കപ്പെടുകയുള്ളൂ, ആൾക്കാർ കൊല്ലപ്പെടുകയില്ലല്ലോ. അങ്ങനെ ഞായറാഴ്ച അവർ തിരഞ്ഞെടുത്തു. എന്നിട്ട് അമേരിക്കയിൽ നിന്ന് അവർ വാങ്ങിയ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ ഇതിൽ മൊസാദിൻ്റെ തലയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഇറാഖ് സൗദി അറേബ്യ ബോർഡറിൽ ഇറാഖിൻ്റെ പല റഡാറുകൾക്കും കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളുടെ അതിർത്തിയിലെല്ലാം ഇറാഖിൻ്റെ റഡാറുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ സൗദി അറേബ്യയിലുള്ള ആ സൗദി ഇറാഖ് അതിർത്തിയിൽ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് സൗദി അറേബ്യയുടെ ശക്തമായ പിന്തുണ ഇറാഖിനുണ്ട്. സൗദി അറേബ്യ അങ്ങനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാഖ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ റഡാറുകൾക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് നേരെയാക്കാൻ അവരത്ര ശ്രമിച്ചില്ല. അത് അങ്ങനെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിട്ടു. ഇത് മൊസാദ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഇറാഖിൻ്റെ അകത്തേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. ഇറാഖ് സൗദി ബോർഡറിൽ ഇന്ന ഏരിയകളിൽ അവരുടെ റഡാറുകൾ പ്രവർത്തനക്ഷമമല്ല, അതിലൂടെ മാത്രമേ കടക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത്, മറ്റ് രാജ്യങ്ങളുടെ റഡാറിൽ പെടാതെ പോവുക എന്നുള്ളതാണ്. അതിന് 100 മീറ്ററിൽ താഴെ പറക്കണം. വിമാനങ്ങൾ 100 മീറ്ററിൽ താഴെ പറന്നാൽ പറ്റുള്ളൂ. അപ്പോൾ അത് ചില പൈലറ്റുമാർ തയ്യാറായി പരിശീലനമൊക്കെ ആയിട്ട് അവർ പോയി. അങ്ങനെ 1981 ജൂൺ മാസം 7-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സിനായ് എയർപോർട്ടിൽ നിന്ന് 8 വിമാനങ്ങൾ ഉയർന്നു. അത് ചെങ്കടൽ അക്വാബ ഉൾക്കടലിൻ്റെ മുകളിലൂടെ യോർദാനിലേക്ക് കടന്ന് സൗദിയിൽ കടന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ ചെങ്കടലിൻ്റെ ഒരു കൈവഴിയായ അക്വാബ ഉൾക്കടലിൻ്റെ മുകളിലാണ്, അതിൻ്റെ മുകളിലൂടെയാണ് അവർ പോകുന്നത്. ആ അക്വാബ ഉൾക്കടലിൽ
ആ സമയത്ത് ജോർദാനിലെ ഹുസൈൻ രാജാവ് അവധി ആഘോഷിക്കാൻ വന്ന് ഒരു ഉല്ലാസ നൗകയിൽ പുള്ളി ഇങ്ങനെ കിടക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഉല്ലാസ നൗകയിൽ മലന്ന് കിടക്കുമ്പോൾ മോളിൽ കൂടെ ഇസ്രായേലിൻ്റെ 8 വിമാനം പോകുന്നു. പുള്ളി ഉടനെ തന്നെ വിളിച്ചു, കമാൻഡ് അവരുടെ സൈനിക ഇതായിട്ടുള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരന്മാരോട് തയ്യാറായിരിക്കാൻ പറയണം, യഹൂദപ്പട പുറപ്പെട്ടിട്ടുണ്ട്, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. സഹോദരന്മാരെ ഉദ്ദേശിക്കുന്ന മറ്റ് അറബി രാജ്യങ്ങളാണ്, വിവരം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എന്താണെന്നറിയില്ല, ജോർദാനിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് ഇറാഖിന് മാത്രം കൊടുത്തില്ല ഈ വിവരം. സംഭവം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല, അവരത് കൊടുത്തില്ല. അതുകൊണ്ട് ഇറാഖ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതേ ഇല്ല. ഇവർ 100 മീറ്റർ താഴ്ന്ന് പറന്ന് സൗദി അറേബ്യ കടന്നു. സൗദി അറേബ്യയിൽ ഈ പറഞ്ഞ റഡാറുകൾ, ഇറാഖിലെ റഡാറുകൾ കാര്യക്ഷമമല്ലാത്ത പ്രദേശത്തോടുകൂടെ അകത്ത് കടന്ന് അവർ പോയിട്ട് റിയാക്ടറുകളൊക്കെ ബോംബിട്ട് നശിപ്പിച്ച് അവർ തിരിച്ചു പോന്നു. 45 മിനിറ്റ് കൊണ്ട് അവരവിടെ ചെന്ന് പരിപാടി തീർത്തു. പിന്നത്തെ 45 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോന്നു. 1.5 മണിക്കൂറിൽ ഒരു റിയാക്ടർ അവർ തകർത്തിട്ട് പോന്നു. ഇത് ആഗോളതലത്തിൽ ഇസ്രായേലിന് ഭയങ്കരമായൊരു എതിർപ്പ് വിളിച്ചു വരുത്തിയ ഒരു കാര്യമാണ്. അവർക്ക് ഭയങ്കര ക്ഷീണം നയതന്ത്ര തലത്തിൽ ഇതുണ്ടാക്കി. അമേരിക്ക പോലും ഇസ്രായേലിനെ കൈവിട്ട് കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ചെയ്തത് നയതന്ത്ര മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിനെ എതിർക്കുകയുണ്ടായി. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇതേ അമേരിക്കയും ഇതേ അറബ് രാജ്യങ്ങളും പിന്നീട് ഇതിൻ്റെ പേരിൽ ഇസ്രായേലിനെ പുകഴ്ത്തി. എപ്പോഴാണെന്നറിയോ? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചു. നമുക്കറിയാം, കുവൈറ്റ് അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഇറാഖിൻ്റെ ഒരു പ്രവിശ്യയാക്കി കുവൈറ്റിനെ മാറ്റി. അങ്ങനെ വന്നപ്പോൾ ഇറാഖിലെ മുൻ ഭരണാധികാരികളും മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ അടുത്ത് സഹായത്തിന് വേണ്ടി ചെന്നു. അമേരിക്ക സഖ്യകക്ഷികളെയും കൂട്ടിക്കൊണ്ടുവന്ന് യുദ്ധത്തിന് വന്നു. 1-ാം ഗൾഫ് യുദ്ധം. ആ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിനെ പരാജയപ്പെടുത്തി കുവൈറ്റിനെ മോചിപ്പിച്ചു. കുവൈറ്റിനെ മോചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇറാഖിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അദ്ദേഹം ഡിക് ചെനി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനറൽ ഡേവിഡ് ഇവ്രി, ഈ ഡേവിഡ് ഇവ്രി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് മേധാവിയായിരുന്നു. പുള്ളിയുടെ ഉത്തരവനുസരിച്ചാണ് പോയി ഇവർ ആ റിയാക്ടർ, ഇറാഖിലുണ്ടായിരുന്ന ന്യൂക്ലിയർ റിയാക്ടർ തകർത്തത്. പറയാണ് അദ്ദേഹം. പിന്നെ പറഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജനറൽ ഡേവിഡ് ഇവ്രിക്ക് ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. അദ്ദേഹം അത് അർഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1981 ഇറാഖ് ന്യൂക്ലിയർ പ്ലാന്റ് അവർ തകർത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ ജോലി തീർക്കാൻ പറ്റിയതെന്ന്. എന്ന് വെച്ചാൽ ഇറാഖിൻ്റെ കൈവശം അണുവായുധം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവർ ആക്രമിക്കില്ല. അമേരിക്ക ആക്രമിക്കാൻ പോവുകയില്ല. നമുക്കറിയാം, ഈ നോർത്ത് കൊറിയ എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയെ. നോർത്ത് കൊറിയ അവരൊന്നിനും പോകുന്നില്ല, കാരണം അവൻ്റെ കയ്യിൽ സാധനമുണ്ട്. പ്രശ്നമാണെന്നറിയാം. അപ്പോൾ ഇറാഖിൻ്റെ കൈവശം അതുണ്ടായിരുന്നെങ്കിൽ, അണുവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇവരങ്ങനെ പോവില്ല, ആക്രമിക്കാൻ പോവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇസ്രായേലിന് അഭിനന്ദനങ്ങളും നന്ദിയൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവർ ഇന്ന് കണ്ട കാര്യം, ഇവർ 91 കണ്ട കാര്യം ഇറാഖ് അത് 81 കണ്ടു. 10 കൊല്ലം മുമ്പേ കണ്ടു. ഇറാഖല്ല, സോറി, മൊസാദ്. ഇസ്രായേൽ, ലോകരാജ്യങ്ങൾ ഇന്ന് കാണുന്ന കാര്യം ഇസ്രായേൽ 10 കൊല്ലം മുമ്പേ കാണും. അതിനവരെ സഹായിക്കുന്നത് മൊസാദാണ്. ഇസ്രായേലിൻ്റെ കണ്ണാണ് മൊസാദ്. ചുറ്റുപാടും ശത്രുക്കളുള്ളപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും കണ്ണ് തുറന്നിരുന്നില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന ഇസ്രായേലിനറിയാം. അങ്ങനെ അവരുടെ തുറന്നിരിക്കുന്ന കണ്ണാണ് മൊസാദ്. അവരത് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണെങ്കിൽ മാത്രമേ അവർ ആക്രമിക്കാനായിട്ട് പോവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ധാരാളം പ്രചരണങ്ങൾ നാം കാണുന്നു. പക്ഷേ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നീതിയുണ്ട്, ന്യായമുണ്ട്, നേരുണ്ട്. നീതിയോടും ന്യായത്തോടും കൂടെ തന്നെ അവരിടപെട്ടിട്ടുള്ളത്. പലസ്തീനികളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി അറബ് രാഷ്ട്രങ്ങളാണ്, പലസ്തീൻ നേതാക്കളാണ്, ഇസ്രായേലല്ല. ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുതകളാണ് ഇതൊക്കെ. ഏതായാലും ഇസ്രായേൽ എന്തുകൊണ്ട് നിലനിൽക്കണം, ഇസ്രായേൽ ലോകത്തിൻ്റെ ഒരു രാഷ്ട്രമായിട്ട് എന്തുകൊണ്ട് അവർ നിലനിൽക്കണമെന്ന് ചോദിച്ചാൽ ആ കാര്യം കൂടി പറഞ്ഞ് ഞാനിത് ഉപസംഹരിക്കുകയാണ്. ലോക നാഗരികതയ്ക്ക് നാം നോക്കിയാൽ പുരോഗമനാത്മകമായ സംഭാവനകൾ ഏറ്റവും അധികം നൽകിയിട്ടുള്ള ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളത് യഹൂദനാണ്. ലോക ജനസംഖ്യ നമ്മൾ നോക്കിയാൽ മൊത്തം ലോക ജനസംഖ്യയുടെ 0.25% ഉള്ളൂ യഹൂദൻ. എന്ന് വെച്ചാൽ 400 പേരിൽ ഒരുത്തൻ, ലോകത്തിലുള്ള 400 പേരെ എടുത്താൽ ഒരുത്തനേ ഉള്ളൂ യഹൂദൻ. മുസ്ലിങ്ങൾ 20%-ലധികമാണ്. 5 പേരെ നമ്മൾ എടുത്താൽ അതിലൊരാൾ മുസ്ലിം ആയിരിക്കും. എന്നാൽ 400 പേരെ എടുത്താൽ അതിലൊരുത്തനേ ഉള്ളൂ യഹൂദൻ. സ്വാഭാവികമായും
ജനസംഖ്യ കൂടുതലായതുകൊണ്ട് അവരിൽ ഈ മുസ്ലിങ്ങളിൽ നിന്ന് കൂടുതൽ സംഭാവനകൾ ലോകത്തിന് ലഭിക്കണം. ഇസ്രായേൽ ചെറിയ ഒരു ജനതയായതുകൊണ്ട് അവരിൽ നിന്ന് കുറച്ചേ ലഭിക്കാൻ പാടുള്ളൂ. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നറിയാമോ? 1950 ശേഷമുള്ള വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ഉണ്ടല്ലോ, ഞാനത് ഒരു അളവായിട്ട് എടുക്കുകയാണ്, ബാക്കി സംഭാവനകളിലേക്ക് പോകുന്നില്ല. നോബൽ സമ്മാനത്തിൻ്റെ കാര്യം മാത്രം. 1950 ശേഷമുള്ള നൊബേൽ സമ്മാനം, വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം മാത്രം. കാരണം നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതി വർദ്ധിപ്പിക്കുവാൻ ഇടയായത് വൈദ്യശാസ്ത്രം വികസിച്ചതുകൊണ്ടാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 45-50 വയസ്സാണ് ശരാശരി ആയുസ് ഇവിടെയുള്ളവരെയൊക്കെ. ആ കാലത്തൊക്കെ 50 വയസ്സുള്ള ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആരും അത്ഭുതപ്പെടുന്നത് കണ്ടിട്ടില്ല. കാരണം പ്രായം കഴിഞ്ഞു. ഇന്നൊക്കെ 50 വയസ്സിലൊരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ എത്ര ചെറുപ്പമായിരുന്നു എന്ന് പറയും. അത്ര ആ ലെവലിലേക്ക് ദൈർഘ്യം വർദ്ധിപ്പിക്കാനിടയായി തീർന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. അങ്ങനെ ആ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യഹൂദ നൽകിയ സംഭാവന നാം നോക്കിയാൽ 12% വൈദ്യശാസ്ത്ര നൊബേലിൽ 12% നേടിയിരിക്കുന്നത് യഹൂദനാണ്. അവൻ 0.25% ഉള്ളൂ. ജനസംഖ്യാനുപാതമായി നോക്കിയാൽ അവൻ 0.25% സംഭാവന അവൻ്റെ നിന്ന് കിട്ടിയാൽ മതി. പക്ഷെ 12% സംഭാവന അവനിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ നേടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഇത് കണ്ടുപിടിച്ചത് യഹൂദനാണ്. കമ്പ്യൂട്ടർ ചിപ്പുകൾ അത് കണ്ടുപിടിച്ചത് ഓരോന്ന് എടുത്തു നോക്കുക. ഇതിൻ്റെ പുറകിലൊക്കെ യഹൂദനുണ്ട്. അവനില്ലായിരുന്നെങ്കിൽ ലോകം ഒരിക്കലും ഇന്ന് കാണുന്ന അവസ്ഥയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടാകുമായിരുന്നില്ല. ഒരിക്കലും ഈ അവസ്ഥയിൽ ലോകം എത്തുകയില്ല. കൃഷിയുടെ കാര്യത്തിൽ തന്നെ പല രാജ്യങ്ങളിലും പട്ടിണി മാറ്റിയത് യഹൂദൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജിയാണ്. അവൻ്റെ കാർഷിക സാങ്കേതിക വിദ്യ കൊടുത്തിട്ടാണ് പല രാജ്യങ്ങളിലും പട്ടിണിയൊക്കെ മാറിയത്. അത്രമാത്രം ലോകത്തിന് സംഭാവന നൽകിയ ജനത അവർ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം ലോക ജനതയ്ക്ക് അവരോട് ഒരു കടപ്പാടുണ്ടായിരിക്കണം. അത്രമാത്രം ഭൗതികമായിട്ട് അവരിൽ നിന്ന് ലോകത്തിന് സംഭാവന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇത്രയധികം സംഭാവന നൽകിയ ഒരു ജനത അത് നശിച്ചു പോകാതെ നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക പിന്തുണ, ലോകത്തിൻ്റെ ധാർമ്മിക പിന്തുണ ഇസ്രായേലിനുണ്ടായിരിക്കണം. രണ്ടാമത്തത്, ലോകത്തിലെ എല്ലാ പുരാതന ജനവിഭാഗങ്ങളെയും അതിനെ നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, ആദിവാസി ഉന്നമനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നില്ല, പക്ഷേ ചെയ്യുന്നുണ്ട്, സർക്കാർ ചെയ്യുന്നു. അവർ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, പുരാതന ജനവിഭാഗങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്. നാം ഇസ്രായേലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തുള്ള ഏറ്റവും പുരാതനമായ ജനവിഭാഗം രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇസ്രായേലാണ്, യഹൂദന്മാരാണ്. അവരുടെ കാലത്ത് ഇസ്രായേലൊക്കെ രൂപം കൊള്ളുന്ന സമയത്ത് ഏകദേശം 43-48 ജനവിഭാഗങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ബൈബിളിൽ നിന്ന് കിട്ടുന്ന അറിവനുസരിച്ച് ആ പ്രദേശത്ത് തന്നെ അത്രയധികം ജനവിഭാഗങ്ങളുണ്ട്. ഒന്നും ഇന്നില്ല, എല്ലാം പോയി. പക്ഷേ യഹൂദൻ എന്നും നിലനിൽക്കുന്നു. അത് ദൈവം വാഗ്ദത്തം ചെയ്തതുകൊണ്ട് നിലനിൽക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, അത്രയധികം പുരാതനത്വം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ജനവിഭാഗം അത് നിലനിൽക്കേണ്ടത് പരിഷ്കൃത മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. പിന്നെ മൂന്നാമത്, ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെ ബാക്കി പരിഷ്കൃതമായ എല്ലാ രാജ്യങ്ങളിലും ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇസ്ലാം രാജ്യങ്ങളിൽ അതുണ്ടാവുകയില്ല, അത് അവരുടെ പ്രമാണം അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലായിടത്തും ഉണ്ട് ന്യൂനപക്ഷ അവകാശം. ന്യൂനപക്ഷമുള്ള ജനത നിലനിൽക്കണമെന്ന് പരിഷ്കൃത രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർക്ക് പ്രത്യേക നിയമപരിരക്ഷ നൽകുകയും ചെയ്യുന്നു. അപ്പം നാം അങ്ങനെ നോക്കുമ്പോഴും ലോകത്തുള്ള ജനതകളിൽ വംശീയ അടിസ്ഥാനത്തിൽ നാം നോക്കിയാൽ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ജനത യഹൂദന്മാരാണ്. 0.25% ഉള്ളൂ, ഒരു ന്യൂനപക്ഷമാണ്. അപ്പോൾ ആ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ ആ നിയമത്തിൻ്റെ പരിരക്ഷയിൽ നോക്കിയാൽ പോലും യഹൂദൻ നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഇനി വ്യക്തിപരമായ ഒരു കാര്യം കൂടെ എന്നെ സംബന്ധിച്ച് ഇസ്രായേൽ നിലനിൽക്കണമെന്നുള്ള എൻ്റെ ഈ വാദത്തിൻ്റെ പുറകിലുണ്ട്. അത് വളരെ ലളിതമായ കാര്യമാണ്. ഇസ്രായേൽ ഒരിക്കലും ഇന്ത്യയെ ആക്രമിച്ചിട്ടില്ല. 3500 വർഷമായി അങ്ങനെ ഒരു രാഷ്ട്രമുണ്ടായിട്ട് 1000 വർഷത്തോളം കാലം പ്രതാപത്തോടുകൂടി ആ രാഷ്ട്രം നിലനിന്നിട്ടുണ്ട്. 2 രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടെങ്കിലും രണ്ടും നിലനിന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും അവർ ഇന്ത്യയെ ആക്രമിച്ചില്ല. അവരുടെ അധികാരം നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു തരി മണ്ണ് പോലും അവർ ആവശ്യപ്പെട്ടില്ല. ഇവിടെ വന്ന് അവകാശം പറഞ്ഞുമില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതം, അല്ലെങ്കിൽ ഈ യഹൂദന്മാരെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ആ ജനവിഭാഗം, അറബികൾ, പലസ്തീനികൾ, മുസ്ലിങ്ങളൊക്കെയാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ മതം കേവലം 1400 വർഷമേ ആയിട്ടുള്ളൂ രൂപം കൊണ്ടിട്ട്. ഈ 1400 വർഷത്തിനിടയിൽ പലവട്ടം അവർ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്.
ഇന്ത്യയുടെ 2 ഭാഗങ്ങൾ വെട്ടിയെടുത്തുകൊണ്ട് പോയി, പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നും ചാവേർ ബോംബാക്രമണം, മറ്റ് പല ഇതൊക്കെയായിട്ട് മുംബൈയിൽ ആക്രമിക്കപ്പെടുന്നു, ബാംഗ്ലൂർ സ്ഫോടനം, ചെന്നൈ സ്ഫോടനം, കോയമ്പത്തൂർ, പല പട്ടണങ്ങളിൽ, കാശ്മീരിലെല്ലാം ആക്രമിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? മതപരമായ കാര്യമാണ്. ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് അവരുടെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിക്കേണ്ട തുക ഇവിടെയൊക്കെ ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മുടെ വളർച്ചയെ അത് പുറകോട്ടടിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ചാവേർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതും നാം നേരിടേണ്ടി വരുന്നു. പക്ഷേ ഇത് ഇസ്രായേലിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, യഹൂദനിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എന്തിന് ഇസ്രായേലിനെതിരായിട്ട് നിൽക്കണം? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയെ ഒരിക്കലും ആക്രമിക്കാത്ത, ഇന്ത്യയുടെ സുഹൃത്തായിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഞാൻ എന്തിനു നിൽക്കണം? ഇന്ത്യ ഈ പലസ്തീൻ വിഭജനത്തിന് അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തില്ല, എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. പലസ്തീൻ വിഭജിച്ച് ഇസ്രായേലിന് ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യ സമ്മതിച്ചില്ല. അതിനെതിരായിട്ടാണ് 13 വോട്ടുകളിൽ 1 ഇന്ത്യൻ വോട്ടാണ്. പക്ഷേ അന്ന് മുതൽ ഇന്നയോളം ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഏതൊരു സമയത്തും അന്ന് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു രാജ്യം എന്ന് പറയാൻ, പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും പിൻവലിച്ചിട്ടുണ്ട്, പലതൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ ഒരിക്കലും അങ്ങനെ അസ്ഥിരത കാണിച്ചില്ല. അവർ അന്ന് മുതൽ ഇന്ന് വരെ. നമ്മൾ പലപ്പോഴും അവർക്കെതിരായിട്ട് അറബികളെ പ്രീതിപ്പെടുത്താൻ, എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇസ്രായേലിനെതിരെയുള്ള പല റെസൊല്യൂഷനിലൊക്കെ നമ്മൾ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷെ അങ്ങനെ ചെയ്ത സമയത്ത് പോലും ഇസ്രായേൽ ഇന്ത്യക്ക് അനുകൂലമായി മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ സുഹൃത്തായിരിക്കുന്നു. അവരുടെ ടെക്നോളജികൾ പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന വിധത്തിൽ കൃഷിയുടെ ടെക്നോളജി ചെയ്തിട്ടുണ്ട്, അവർ നൽകിയിട്ടുണ്ട്. പലതും ആയുധരംഗത്ത് അവരുടെ സംഭാവനകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ സുഹൃത്തായിരിക്കുന്ന ഈ ജനതയെ ഞാൻ എതിർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1400 വർഷങ്ങളുടെ പഴക്കം മാത്രമുള്ള ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം, അതിൻ്റെ അനുയായികൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് തീരാത്ത ദുരിതങ്ങൾ സമ്മാനിച്ചുവെങ്കിൽ 3500 വർഷം പഴക്കമുള്ള ഇസ്രായേൽ അങ്ങനെയുള്ള യാതൊരു ദോഷവും ഇന്ത്യക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇസ്രായേൽ നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഈ ജനത എന്തുകൊണ്ടിങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നാം അത് മുൻപേ കേട്ടതുകൊണ്ടാണ് ഞാൻ ബൈബിളിൽ നിന്ന് അധികം കാര്യങ്ങൾ എടുത്ത് വിശദീകരിക്കാത്തത്. അത് ദൈവത്തിൻ്റെ ജനമായതുകൊണ്ടാണ്. ദൈവം താൽക്കാലികമായി അവരെ തള്ളിക്കളഞ്ഞെങ്കിലും എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ടില്ല. വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തത് പലതും ഇനിയും നിറവേറാനുണ്ട്. അത് നിറവേറുക തന്നെ ചെയ്യും. അതുവരേക്കും ആര് എങ്ങനെയൊക്കെ അവർക്കെതിരെ കുറച്ചാലും ഒരു കുഴപ്പവുമില്ലാതെ ആ രാജ്യം നിലനിൽക്കും. അവരെ മുച്ചൂട് മുടിപ്പിച്ച് കളയാമെന്ന് പലരും വ്യാമോഹിക്കുന്നു. അത് വ്യാമോഹമായി തന്നെ അവശേഷിക്കും. ഇസ്രായേൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം ദൈവത്തിൻ്റെ തിരുവചനം അത് പറയുന്നു. ബൈബിൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ആധികാരികമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബൈബിൾ തെറ്റില്ലാത്ത പുസ്തകമായതുകൊണ്ട് ആ പ്രവചനങ്ങളെല്ലാം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. അത് കാണുവാൻ, ഈ തലമുറയിൽ ജീവിക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമായിട്ട് തന്നെ ഇരിക്കാം. ബൈബിളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞത് ഓരോന്നും ഇന്നത്തെ ഓരോ ദിവസത്തെ പത്രവാർത്ത നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും അത് ഇസ്രായേലിൽ എങ്ങനെ നിറവേറിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ചരിത്രപരമായിട്ട് ധാർമ്മികമായിട്ടൊക്കെ നാം നോക്കിയാലും ഇസ്രായേൽ നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഇസ്രായേൽ നീണാൾ വാഴട്ടെ. ഇന്ത്യ ഇസ്രായേൽ ബന്ധം എക്കാലവും നിലനിൽക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.